ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതന് എനിക്ക് 2-3 വീഡിയോസ് അയച്ചു തന്നു. വീഡിയോ ഇതായിരുന്നു: പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ നിങ്ങൾ ദാഹിക്കണം, പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഒരിക്കലും ഇവരെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ചിന്ത പങ്കുവെക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സന്ദേശം പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഈ മൊബൈൽ ഫോണിൽ സിം കാർഡ് ഉണ്ട്. ഈ സിം കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരിക്കലും നമുക്ക് കോൾ ചെയ്യുവാനോ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനോ ഒന്നും സാധിക്കുകയില്ല. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുവാനും കോൾ ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ റീചാർജ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ഫോണ് നമ്മളിങ്ങനെ ചുമ്മാ കൈക്കൊണ്ട് നടക്കാനേ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് ഈശോ പുതിയ നിയമത്തിൽ ഈശോ ഇങ്ങനെ പല വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും, പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ദാഹിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പന്തക്കുസ്തായില് അപ്പസ്തോലന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം തിരുസഭയിലൂടെ മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അയർലൻഡിലുള്ള ഒരു സഹോദരി എന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞൊരു കാര്യമാണ്, അവിടെ തോമസ് പോൾ ബ്രദറിന്റെ നേഴ്സുമാർക്ക് വേണ്ടിയുള്ള ധ്യാനമുണ്ടായിരുന്നു. അപ്പോൾ തോമസ് പോൾ ബ്രദർ പറയുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയാണ് അവിടെ ക്ലാസ് എടുത്തതെല്ലാം. ഈ സഹോദരി ആ ക്ലാസ്സൊക്കെ എടുത്തതിന് ശേഷം ഈ സഹോദരിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുമായുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരികയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളൊക്കെ വെളിപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരിക്കലും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കരുത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാതെ നമ്മൾ പാപം ചെയ്യുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവിച്ചറിയാതെ പോകുന്നത്. ഇത് പലരും പ്രഘോഷിക്കാറില്ല. പലരും ഇങ്ങനെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് പരിശുദ്ധാത്മാവുമായുള്ളൊരു വ്യക്തിബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ സാധിച്ചില്ല. ഞാനിങ്ങനെ ദിവ്യാരണ്യ സന്നിധിയിൽ പോയിരുന്ന പലതവണ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്റെ കുമ്പസാരം നീ നല്ല രീതിയിലല്ല കുമ്പസാരിച്ചത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയുണ്ടായി. ഞാനിങ്ങനെ കുമ്പസാരത്തിൽ പറഞ്ഞപ്പോൾ അത് മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഞാൻ കുമ്പസാരിച്ചത്. അവിടെ ഞാൻ ന്യായീകരിച്ചാണ് കുമ്പസാരിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വീണ്ടും പോയി കുമ്പസാരത്തിൽ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു. ഇതെൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത് എന്ന് കുമ്പസാരത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരികയും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാനൊക്കെ തുടങ്ങുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, എൻ്റെ അനുഭവമാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാമോദീസായിലൂടെ നിത്യം വസിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവ് ഒരിടത്തേക്കും പോകത്തില്ല. പഴയ നിയമത്തിലാണെങ്കിൽ പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോകും. സാംസന്റെ ജീവിതത്തിൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് സാംസണിൽ നിന്ന് വിട്ടുപോയി. ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടൊരിക്കലും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കരുത്, പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കരുത്, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കേണ്ട. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവുമായി വ്യക്തിബന്ധം സ്ഥാപിച്ച് നമ്മുടെ ജീവിതത്തിലെ വന്നുപോയിരിക്കുന്ന പാപങ്ങളൊക്കെ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നതെല്ലാം കേട്ട് ആത്മാക്കളെ നേടുവാൻ വേണ്ടി, ദൈവരാജ്യം വളർത്തുവാൻ വേണ്ടി കൃപാവരങ്ങളൊക്കെ ഉപയോഗിച്ച് ഈശോയ്ക്ക് പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനൊരിക്കലും വിമർശിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല ചെയ്തത്. ശരിക്കും നമ്മുടെ ഉള്ളിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സന്ദേശം പങ്കുവെക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണം എപ്പോഴും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.